സീസൺ ഓഫ് ആയിട്ട് ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം നല്ലൊരു സമയം കിട്ടിയപ്പോൾ നേരെ ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റും കളിച്ച് അവിടെ നിന്ന് എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ബൈയൊക്കെ പറഞ്ഞ് നേരെ ടർഫിൽ പോയി അവിടെയും കുറച്ചു നേരം ക്രിക്കറ്റ് കളിച്ച് അവിടെ നിന്നാണ് നേരെ പറവൂർക്ക് പോയത്. പറവൂർ നമ്മുടെ ഒരു വൈഫിൻ്റെ ആൻറ്റിയുടെയൊക്കെ വീടിൻ്റെ അവിടെ ഒരു താലം ഉത്സവമായിട്ട് താലത്തിൻ്റെ പരിപാടിയായിരുന്നു. കുറേ പരിപാടികളുണ്ടായിരുന്നത്. ചെന്നപാട് തന്നെ ഫുൾ ഓൺ ഫുൾ പവർ. ചെണ്ടോട്ടും പിന്നെ കാവടിയും പിള്ളേരും എല്ലാവരും ഓണാണ്ട. പേടിയാണ്, കാരണം ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഏത് വലിയ പരിപാടിക്ക് നല്ല പരിപാടിക്ക് പോയാലും അവിടെ ഇടിയും കുത്തും വെട്ടും ഒന്നും പറയണ്ട. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒതുക്കത്തിലാണ് കാര്യങ്ങളൊക്കെ ഞാൻ ചെന്നും കണ്ടും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി അവർ വന്ന് നമ്മളെ പിടിച്ചിടിച്ചാലാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ഒതുക്കത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് ചെയ്തത്. ശിവൻ്റെ നല്ല കിടിലൻ അടിപൊളി കുറേ എന്താ പറയുക താണ്ഡവം അങ്ങനെയുള്ള ശിവൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടാ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു കലാരൂപങ്ങൾ. കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നുണ്ട്. അത് ഈ ചേട്ടന്മാരൊക്കെ വെറുതെ സീൻ തലയിലേക്ക് ഇങ്ങനെ മറ്റേ വെട്ടി ചോരയൊക്കെ വരുത്തൂലേ, ആ ഒരു മൂടൊക്കെയാണ്. കൊട്ടുകാരും അതിനനുസരിച്ചുള്ള ഒരു പവറായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അച്ചൂട്ടി ഉണ്ടായിരുന്നിട്ടാ. അച്ചൂട്ടിനെ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടല്ല, അച്ചൂട്ടിനെ അവിടെ വെച്ചാണ് പെട്ടെന്ന് കണ്ടത്. അതായത് ചിറ്റ താലം കൊടുക്കണ്ടായിരുന്നു. ചിറ്റനെ സർപ്രൈസ് ആയിട്ടാണ് കണ്ടത്. അങ്ങനെ ചിറ്റനോട് ബയ്യും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. അഘോരികളുടെ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. നല്ലൊരു ക്രൂ ആയിട്ടാണ് വന്നേക്കണം. അവരുടെ ഞാൻ ഇതേവരെ കാണാത്ത നെറ്റിൽ നിന്നൊക്കെ തീ ഒരു മൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കേട്ടോ. കുറേ ചെറിയ ചെറിയ കുട്ടികളും മറ്റേ നാദസ്വരം പിന്നെ മറ്റേ പാട്ടുപാടി ചെയ്യണ കുറച്ച് സാധനങ്ങളും പിള്ളേരും ക്രൗഡായിരുന്നു. നല്ല ക്രൗഡായിരുന്നു, കാരണം കുറേ പരിപാടികളുണ്ടായിരുന്നു. താലം എനിക്ക് തോന്നുന്നു കുറേ താലം ഉണ്ടായിരുന്നു. പല സൈഡിൽ നിന്നും പല ദിക്കിൽ നിന്നും താലങ്ങൾ വന്നിരുന്നു തോന്നുന്നു. അങ്ങനെ എല്ലായിടത്തുനിന്നും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പല പല വെറൈറ്റി കലാരൂപങ്ങളും പല പല പരിപാടികളും എല്ലാവരും കൂടി ചേർന്നിട്ടൊരു എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം കാണുന്നൊരു നല്ലൊരു താലം പരിപാടിയാണ്. വീടുന്നതൊക്കെ മറ്റേ അഘോരികളുടെ മറ്റേ ശിവൻ്റെ എന്തോ പരിപാടിക്ക് വേണ്ടിയാണ്. പിന്നെ ഇത് കണ്ട നൈസായിരുന്നു. തീ ഇങ്ങനെ അവരെന്തോ ഗ്യാസിൻ്റെ ഫില്ലിങ് ഉണ്ട് അവരുടെ നെറ്റിയിൽ. അത് കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് താലത്തിൻ്റെ ബാലൻസ് വന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവർ ലേലത്തിന് വെക്കും. ഞാനും വിളിച്ചെടുത്തായിരുന്നു. ഒരു 10-60 രൂപക്ക് മുന്തിരിയും പിന്നെ അരിയും കിട്ടി. അങ്ങനെ ആ അമ്പലത്തിലൊരു ബയ്യും പറഞ്ഞ് ദേവിനോടൊരു ബയ്യും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്.